നമസ്കാരം, സുധീഷ് അമ്പശ്ശേരിയാണ്. അപ്പൊ ഞാൻ എന്നുള്ളത് നമ്മുടെ ചെർപ്പുളശ്ശേരി പാലക്കാട് റൂട്ടില് പുഞ്ചപ്പാടം, താഴെ പുഞ്ചപ്പാടത്താണ് ഉള്ളത്. ഇവിടെ നമ്മളൊരു വെറൈറ്റി ആയിട്ട് പേരിലൊരു തട്ടുകട കണ്ടു. അപ്പൊ ഞാൻ അവിടെ കയറിയിട്ടൊന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ അടിപൊളി ഫുഡാണ് അവിടെ ഉള്ളത്. അപ്പൊ അവിടെ ഏതൊക്കെ നേരത്തെ എന്തൊക്കെയാണ് കഴിക്കാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അതിന്റെ നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് ഇപ്പൊ ഇത് നടത്തുന്നത്. അപ്പൊ നമുക്ക് അവനോട് തന്നെ ചോദിക്കാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഈ കടയും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം ഇപ്പൊ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ മാക്സിമം ഈ കടയും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ പുഞ്ചപ്പാടത്താണ് ഉള്ളത്. അപ്പൊ ഇത് എവിടെയാണ്, എന്താണ് കാര്യങ്ങളൊക്കെ നമുക്ക് അവനോട് തന്നെ ചോദിക്കാം. ഓക്കെ. അപ്പോൾ നമസ്കാരം ചങ്കളെ, ഞാൻ ഇപ്പോൾ ഉള്ളത് ഇവിടെ പാലക്കാട് ചെർപ്പളശ്ശേരി റൂട്ടിൽ പുഞ്ചപ്പാടം 19 പുളിയങ്കാവിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു നാടൻ തട്ടുകട കണ്ടു. കുബേരാസ് തട്ടുകട. പേരനൊരു വെറൈറ്റി പേരാണ്. പേര് പോലെ തന്നെ അതിനുള്ളിൽ കയറിയിട്ട് എന്തായാലും ഒരു 3 ഇഡലിയും ചട്നിയും സാമ്പാറും ഒക്കെ കഴിച്ചു. അസാധ്യ ഫുഡാണ്, യാതൊരു രക്ഷയില്ലാത്ത ഫുഡാണ് അവിടെ. നിങ്ങളൊന്ന് വേണമെങ്കിൽ കഴിച്ചു നോക്കാം. ഞാൻ വെറുതെ പറയണല്ല, ഞാൻ കഴിച്ചിട്ടാണ് പറയണത്. അപ്പോൾ എന്തായാലും അവിടുത്തെ ചട്നിയും അതേപോലെ ഒക്കെ നാടൻ ചട്നി വീട്ടിലുണ്ടാക്കണ അതേപോലത്തെ ഭക്ഷണം തന്നെയാണ് അവിടെ നമുക്ക് തരുന്നത്. ഒരു രക്ഷയില്ലാത്ത ഇതാണ്. അതേപോലെ വൈകുന്നേരത്ത് അവിടെ ഇപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം തുടങ്ങിയിട്ടില്ല. എന്തായാലും ഉച്ചയ്ക്ക് അധികം താമസിയാതെ ഭക്ഷണം തുടങ്ങും. അവിടെ നാടൻ ഭക്ഷണമാണ്. വൈകുന്നേരത്ത് ചിക്കൻ പക്കോട, അതേമാതിരി സുഖിയൻ, എല്ലാ എണ്ണക്കടികളും ഒരുവിധം എല്ലാ എണ്ണക്കടികളും അവിടെ ഉണ്ടാവും. എന്തായാലും ഒക്കെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം പോലെ തന്നെ യാതൊരു മായങ്ങളും ഇല്ലാതെയാണ് അവിടെ ഭക്ഷണം കൊടുക്കുന്നത്. ഒരു ഹോട്ടലിൽ ഭക്ഷണം കൊടുക്കുന്ന പോലെയല്ല, വീട്ടിലെ ഭക്ഷണം. വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ കഴിക്കുന്നത് അതുപോലെയാണ് അവിടെ ഭക്ഷണം കഴിക്കുന്നത്. എന്തായാലും സൂപ്പർ ടേസ്റ്റി ഫുഡാണ്. നിങ്ങൾ അവിടെ പോയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും അവിടെ ഇറങ്ങിയിട്ട് ഇതേപോലെ യാത്ര ചെയ്യുന്ന ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ ഇറങ്ങിയിട്ടൊന്ന് കഴിച്ചു നോക്കൂ. സൂപ്പർ ഫുഡ് പറഞ്ഞാൽ സൂപ്പർ ഫുഡാണ്. ചായയൊക്കെ അവിടെ ആളുകൾ പറയുന്ന പോലെ തന്നെയാണ്. ചായയൊക്കെ സൂപ്പർ ചായയാണ്, ടേസ്റ്റി ചായയാണ്. അപ്പോൾ എന്തായാലും അതേ പോണ വഴിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് കഴിച്ചു നോക്കുക. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വഴി യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ആ ഹോട്ടലിലൊന്ന് കയറി ഭക്ഷണം കഴിച്ചു നോക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം അവിടെ കയറി ഭക്ഷണം കഴിക്കും. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം, പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. പേര് നിശാന്ത്. എന്താ ചെയ്യണേ? ബാങ്ക്. ഏതാ ബാങ്ക്? അതല്ല. അപ്പൊ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നാ അങ്ങോട്ട്? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡൊക്കെ? എങ്ങനെയുണ്ട്? കിട്ടി അല്ലേ? അപ്പൊ എന്തായാലും മാക്സിമം ആളുകളെ ഇങ്ങോട്ട് ആഡ് ചെയ്യാൻ കാണുന്ന ആളുകളെയൊക്കെ അല്ലേ? അത്രയും നല്ല ഫുഡ്. അപ്പൊ ഞാൻ കഴിച്ചു കൊടുക്കുന്ന ഫുഡ് നല്ല ഫുഡ്, അടിപൊളി ഫുഡാണ്. ഓക്കെ. ബഷീർ. എവിടെ സ്ഥലം? കടവൂർ ഹൈസ്കൂൾ. ഇവിടെ വരാറുണ്ടോ ചായ കുടിക്കാൻ? ഇല്ല, ആദ്യമായിട്ട് വരാൻ നന്നായിട്ട്. എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട്? സൂപ്പർ ചായ അല്ലേ? ഭക്ഷണമൊക്കെ അടിപൊളി. ഏട്ടാ നമസ്കാരം. ഏട്ടാ ഈ മാസം 4-ാം തീയതി ആയിരുന്നു. ഇന്നേക്ക് 10-20 ദിവസമായിട്ട് ആയിട്ടുണ്ട് നമ്മുടെ സ്ഥാപനം തുടങ്ങി. ഇന്നേക്ക് 20 ദിവസമായി. കാലത്ത് 6 മണിയാകുമ്പോഴേക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ നേരത്തിൽ 6 മണിയാകുമ്പോഴേക്ക് ഇഡലി റെഡി ആവും. ഒരു 6:30-7 ഉള്ളിൽ പിന്നെ ദോശ കാര്യങ്ങൾ അങ്ങനെ, പിന്നെ ചായ, എണ്ണക്കടി. വൈകിട്ട് ഉച്ചയ്ക്ക് പരിപാടി തുടങ്ങിയിട്ടില്ല. വൈകിട്ട് അതേപോലെ എണ്ണക്കടികൾ ഉണ്ടാവും. വൈകിട്ട് എണ്ണക്കടിയിൽ കായ ബജ്ജി, മുളക് ബജ്ജി, ചിക്കൻ പക്കോട, അങ്ങനെ എണ്ണക്കടിയിൽ ഇടുന്ന മൂവിങ്ങുള്ള എല്ലാ സംഭവങ്ങളും ഇടുന്നുണ്ട്. പിന്നെ 6 മണി മുതൽ വീണ്ടും ഇഡലി, ദോശ, ഓംപ്ലേറ്റ് അങ്ങനെയൊക്കെ ആയിട്ട്. വൈകിട്ട് രാവിലെ 6 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 9-9:30 വരെ ഉണ്ടായിരിക്കും. അതെ, നമ്മള് നാടൻ. ഞാനിവിടെ ഇഡലി സൂപ്പർ ഫുഡാണ്. അപ്പൊ എന്തായാലും കണ്ടമാന ആളുകൾ വീഡിയോ കണ്ടിട്ട് ഈ
ഹോട്ടലിൽ ഓ സ്നേഹം മാത്രാട്ടാ.